ഉള്ളിലൊന്ന് വെച്ചിട്ട് മറ്റൊന്ന് പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. അത് എങ്ങനെയാണ് അവർക്കത് കഴിയുന്നത്? ചിലർക്കതിന് ഭയങ്കര വിദഗ്ധമായിട്ടുള്ള കഴിവാണ് ആ ഒരു കാര്യത്തിൽ. എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ചിലർ, ഞാൻ എൻ്റെ നാട്ടിലായാലും ഇവിടെ ആയാലും ഞാൻ പൊതുവെ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അവർ വളരെ കൗശലത്തോടു കൂടിയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് ചിലപ്പോൾ അവർ മറയാക്കുന്നത് എന്തായിരിക്കും എന്നറിയാം, നമ്മുടെ ആളുകളെ തന്നെ ആയിരിക്കും. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും. നമ്മളത് കേൾക്കുമ്പോൾ നമ്മളങ്ങ് വിശ്വസിച്ച് പോകും. അതേപോലെ സംസാരിച്ചതിന് ശേഷം എന്തിനാണ് അവർ ശ്രമിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അവർക്കും അറിയണം. അതൊരിക്കലും നല്ല കാര്യത്തിനായിരിക്കില്ല, അല്ലേ? ചില ഇംഗ്ലീഷിൽ പറയുന്ന സ്പൈ എന്നൊക്കെ പറയാം. അതായത് അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണത്. അതായത് മറ്റു വീടുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ചികഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി വെക്കും. പിന്നീട് ഇതെവിടെയെങ്കിലും ആവശ്യമായി വരുമ്പോൾ ഇതെല്ലാം അവിടെ ഉപയോഗിക്കും. അപ്പം നമ്മളോ വിചാരിക്കുന്നതാണ്, നമ്മളുള്ള സ്നേഹം കൊണ്ടാണ് ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കുന്നതെന്ന്. ഒരിക്കലുമല്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് അവർക്കൊരറിവായി ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതവർ പല ആളുകളോടും പറയുകയും ചെയ്യും. അപ്പം നമ്മളെന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരാൾ ചോദിച്ച് വരുമ്പോൾ ഇതെവിടേക്കായിരിക്കാം പോകുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിലിരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം. ഇല്ലെങ്കിൽ എന്താണ്? സ്പൈ വർക്ക് നടക്കും. ഇങ്ങനെ ചോർത്തിക്കൊണ്ടേ പോകും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വിശ്വസിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിശ്വാസവഞ്ചനയായി മാറും. ചിലർക്കത് അത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അവർ ചോദിച്ച് മനസ്സിലാക്കുകയുള്ളൂ. ഇപ്പം എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. അപ്പം നമ്മളെന്താണ് അത് മനസ്സിലാക്കണം. അത് നല്ല ഉദ്ദേശത്തോടു കൂടി. ഇപ്പം നമുക്ക് എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് പറയുക, അല്ലാതെ നമുക്ക് ആരോടെങ്കിലും ഒരു വഴക്കോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സംസാരിക്കാൻ വരുന്നവരെന്ത് ചെയ്യുമെന്നറിയാമോ? നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാരുടെ 1-2 കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങ് പോരട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം എല്ലാ മനുഷ്യരുടെ സ്വഭാവം എന്താണ്? നമുക്കിഷ്ടമില്ലാത്തവരുടെ കുറ്റം കേൾക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ? അവരുടെ ഉള്ളിൽ നമ്മളില്ല, നമ്മുടെ ഉള്ളിൽ അവരും ഇല്ല. അപ്പോൾ എന്താണ്? അവരെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് തുള്ളിച്ചാടും. അത് ശരിയാണോ? അല്ല. അങ്ങനെ ചിന്തിച്ചാൽ അവിടെ വെറും ഒരു സീറോയിലേക്ക് എത്തിപ്പോകുന്ന നമ്മളായിരിക്കും. നമുക്കിഷ്ടമില്ലെങ്കിൽ നമുക്കിഷ്ടമില്ല, അതവിടെ നിന്നുണ്ട്. നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകുന്നതും അവർക്കിഷ്ടമില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ കുറവുകൾ എന്തൊക്കെയാണ്, ഇതൊന്നും അന്വേഷിക്കാൻ പോകില്ല. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയെന്ന് വിചാരിച്ചോ? പറയുന്നവർക്ക് ഒരു കേൾവിക്കാരനെയാണ് ആവശ്യം. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കാം. ആണോ, അത്രയേ ഉള്ളൂ. അത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. നമുക്ക് എപ്പോഴെങ്കിലും ചിലപ്പോൾ അതൊക്കെ ആവശ്യം വരും. അന്നാലും അതിരിക്കട്ടെ, അത് നമ്മുടെ ഉള്ളിലിരിക്കട്ടെ. കാരണം ഇതേ വ്യക്തി നമ്മളെക്കുറിച്ചും മറ്റൊരാളോടും ഇതുപോലെ പറയുന്നുണ്ടായിരിക്കാം. ശരിയല്ലേ? അതാണ് വ്യത്യാസം.